ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്ത്രീകൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് ഒന്നും ചെയ്തു തീർക്കാൻ പറ്റാത്ത, അതുപോലെ തന്നെ ദിവസേന നമുക്ക് ചെയ്യേണ്ട ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത, ഒന്നിലും ഒരു ഒന്നിലും ഒരു വിജയത്തിലെത്താൻ പറ്റാത്ത ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്നത്തെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതൊന്ന് മാറ്റി ഒരു നല്ല എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്യാനും നല്ലൊരു കോൺഫിഡൻസിലെത്താനും അവരുടെ ലക്ഷ്യത്തിലോട്ട് എത്താനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഭാര്യമാർക്കായാലും ഫാമിലി റിലേറ്റീവ്സിനായാലും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് ആരോടും പറയാൻ പറ്റാണ്ടൊക്കെ ഡിപ്രഷനിലോട്ട് വയലൻസിലോട്ടൊക്കെ പോകുന്ന ഒരുപാട് പേര് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അതിനൊന്നും വഴി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ കരകയറാൻ പറ്റാന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രോബ്ലത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താണ് പ്രോബ്ലം, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇവർ ഫേസ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അതിന് എങ്ങനെ റിക്കവർ ആവാമെന്നൊക്കെയാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ഇതിൽ പറയുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾ മിസ് ചെയ്യാണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫിൽ നിങ്ങൾക്ക് സക്സസിലോട്ട് എത്താൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് മൈൻഡൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയൊക്കെ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് സക്സസിൽ എത്താൻ പറ്റുന്ന എനിക്ക് 100% വിശ്വാസം ഉണ്ട്. അതുകൊണ്ടാണ് ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാണ്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണോ, എൻ്റെ പ്രശ്നങ്ങൾ ഇതുപോലെയുള്ളതാണോ എന്നൊക്കെ ഒരുപാട് പേർക്ക് ഈ വീഡിയോ കാണുന്ന ഈ സമയത്ത് ഡൗട്ട് ഉണ്ടാവും, ഞാൻ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ. എന്നാൽ ഇതിൽ ഞാൻ പറഞ്ഞ കുറച്ച് പ്രോബ്ലംസ് ആണ് ഞാൻ പറയുന്നത്. ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന പ്രശ്ന പരിഹാരം, അതായത് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടല്ലോ, ആ ഒരു പരിഹാരത്തിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ചില പോയിന്റ്സ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താനും അതുപോലെ തന്നെ മറ്റുള്ളവർ മുന്നിൽ തല കുനിക്കാതെ ഉയർത്തി പിടിച്ച് നിൽക്കാനും നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ടാക്കാനും പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്നത്തെ കാലഘട്ടത്തിലുമുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ, ഞാൻ പറയുന്ന കുറച്ച് പ്രോബ്ലംസ് ആണോ എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ കൈൻഡ് ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും. എപ്പോഴും എല്ലാ കാര്യത്തിലും സ്ട്രെസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ മൈൻഡ് ഉണ്ടാവുക. ഒരിക്കലും ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മൈൻഡിലൊക്കെ എന്തായിരിക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കുട്ടികളുടെ കാര്യം പോലും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഒന്നിലും ഒരു സക്സസിലോട്ട് എത്താൻ പറ്റുന്നില്ല, എപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. എന്നാലും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നോ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നോ അതിനെ പറ്റിയൊന്നും ഒട്ടും ബോധേടല്ലാതെ എന്തൊക്കെയോ രാവിലെ നേരം വെളുക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, രാത്രിയാകുമ്പോൾ കിടക്കാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഒന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, എന്നാൽ എപ്പോഴും ഞാൻ സ്ട്രെസ്ഡ് ആയിരിക്കും, ഒരിക്കലും എനിക്കൊരു റിലാക്സ് ആയിട്ട് ഒരു 10 മിനിറ്റ് പോലും എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഇങ്ങനെയാണ് ഫസ്റ്റത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സൺസ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സ് പോലെ തന്നെ എപ്പോഴും നമ്മുടെ ചുറ്റുപാടും മെസ്സി ആയിട്ടുണ്ടാവും. നമ്മുടെ മനസ്സ് എപ്പോഴും മെസ്സി ആയിട്ടുണ്ടാവും. ഒന്നിനും ഒരു പോയിന്റ് കിട്ടുന്നില്ല. ഒന്നും ചെയ്യാനായിട്ട് നമുക്കൊരു റിലാക്സിങ് മൂഡ് വേണമല്ലോ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ചുറ്റുപാടും. എക്സാമ്പിളായിട്ട് നമ്മൾ ബെഡ്റൂം എടുക്കുകയാണെങ്കിൽ ബെഡ്റൂമിൽ ടേബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരുപാട് സാധനങ്ങൾ വലിച്ചു വായിട്ടുണ്ടായിരിക്കും. ഈവൻ കബോർഡിൻ്റെ ഉള്ളിൽ പോലും തുണികൾ നമ്മൾ മടക്കി വെക്കും, എന്നാൽ പോലും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എല്ലാം കൂടി കുത്തി നിറഞ്ഞ് ഒന്നിനും ഒരു കൃത്യമായ സ്ഥലം ഇല്ലാത്ത പോലെ ആകെ മെസ്സായിട്ടായിരിക്കും നമ്മുടെ റൂം എടുക്കുന്നുണ്ടാവുക. പിന്നെ ബെഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും. മൂന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര ടൈം ഉണ്ടെങ്കിലും ഒറ്റ ജോലി തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എത്ര സമയം നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നാലും നമ്മുടെ ജോലി കഴിയുന്നില്ല. എത്ര സമയം ഉണ്ടായാലും നമ്മുടെ ജോലികൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒന്നിലും നമുക്ക് അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലി നിർത്തിയിട്ട് നമ്മൾ മറ്റൊരു ജോലിയിലോട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. എന്നാൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് മറ്റൊരു ജോലിയുടെ കാര്യം ഓർമ്മ വരുന്നത്. അപ്പോൾ അത് അവിടെ ഇട്ടിട്ട് അടുത്ത ജോലിയിലോട്ട്, പിന്നെ അവിടെ നിന്ന് മറ്റൊരു ജോലിയിലോട്ട്. ഇതുപോലെ തന്നെ ഒന്നിലും ഒരു സ്ഥിരതയില്ലാതെ ഒന്നും ഒരു കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാണ്ട് എല്ലാം പകുതി വെച്ച് നിർത്തി പോകുന്ന ഒരു അവസ്ഥ പലരിലും കണ്ടുവരാറുണ്ട്.
പിന്നെ അഞ്ചാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നതാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരുപാട് വിഷമത്തോടു കൂടിയായിരിക്കും നമ്മൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത്. കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് കിട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം, അതുപോലെ തന്നെ എനിക്ക് ഒന്നിനും എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പേഴ്സൺസും നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അഞ്ചാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് എത്ര ചെയ്തിട്ടും ഒരു സക്സസിലോട്ട് എത്തുന്നില്ല, എപ്പോഴും പരാജയങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ മുന്നിലുണ്ടാവുക. അപ്പോൾ അതായിരിക്കും നമുക്ക് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് കിടക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഉറക്കം പോലും നമ്മൾക്ക് ശരിയാവാത്തത് കൊണ്ട് നമ്മുടെ ബോഡി അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് പോലും വീക്ക് ആവാൻ വേണ്ടി തുടങ്ങും. പിന്നെ ആറാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തിൽ നമുക്ക് നമ്മുടെ ഫുഡ് കഴിക്കാനോ നമുക്ക് കുളിക്കാനോ ഉറങ്ങാനോ ഒന്നിനും പറ്റാത്ത, ഒന്നിനും ഒരു ടൈം ഇല്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ നമ്മളെ പിള്ളേരുടെ കാര്യങ്ങൾ പോലും നമുക്ക് ശരിയായ രീതിയിൽ അവരെ പഠിപ്പിക്കാനോ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒന്നിനും അവരുടെ കൂടെ ഇച്ചിരി നേരമെങ്കിലും ഒന്ന് കളിക്കാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ. ആകെ കൂടി സ്ട്രെസ്സായിട്ട് മൈൻഡൊക്കെ ആകെ കൂടി ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിൽ കുറച്ച് പേർക്ക് എങ്കിലും ഉണ്ടാവാറുണ്ടല്ലേ. എന്നാൽ അന്നത്തെ ഒരു ദിവസം എടുത്ത് നോക്കി നമ്മൾ എന്തെങ്കിലും ഒരു ജോലി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ? അതുമില്ല. അപ്പോൾ ആകെ കൂടി ഒരു മെസ്സായിട്ടുള്ള ഒരു ദിവസമായിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിനും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എന്നാലും നമ്മുടെ മൈൻഡ് എടുത്താൽ ഫുൾ ടൈം നമ്മൾ ബിസി ആയിട്ടുണ്ടാവും. മറ്റൊരു ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് വരുന്നു എന്ന് കേട്ടാൽ ആകെപ്പാടെ ഒരു പരിഭ്രാന്തി പിടിച്ച ഒരു അവസ്ഥ, ആകെ കൂടി ടെൻഷൻ. അതായത് നമ്മൾ ആകെ മെസ്സായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടും ആകെ കൂടെ മെസ്സായിട്ടുണ്ടാവും. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യണം, വീടൊന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനെനിക്ക് പറ്റുമോ, അവർ എന്നെ എനിക്കൊരു ക്ലീനിങ്, ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ക്ലീനിങ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ, ഒരു പരിഭ്രാന്തി പിടിച്ച ഒരു അവസ്ഥ പലരിലും കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളൊരു നല്ല ഭാര്യയാണോ നല്ലൊരു അമ്മയാണോ, നമ്മളുടെ മൈൻഡിലുള്ള പോലെ ഒരു നല്ലൊരു ഭാര്യ ആവാനോ നമുക്ക് നല്ലൊരു അമ്മയാവാനോ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലും കൂടി പലരുടെയും മനസ്സിലുണ്ടാവാം. രണ്ട് മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടാലും കേട്ടാലും പോലും നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് അങ്ങോട്ട് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയും വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ ഒരുപാട് തരം ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ. എന്നാൽ ഇതൊന്നും ഇപ്പൊ ഈ പറഞ്ഞ പോലുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മളിൽ പലരിലും, ഞാൻ അടക്കമുള്ള ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. എന്നാൽ ഇത് ആരോടെങ്കിലും നമുക്കൊന്ന് പറഞ്ഞാൽ, ആരോടെങ്കിലും കയ്യിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടിയാൽ നമുക്ക് ഓക്കെ ആവുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിൽ ഇതൊക്കെ നമുക്ക് ആരോടെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ എന്തായിരിക്കും പറയാ? മറ്റുള്ള സ്ത്രീകളും നമ്മളെ പോലെ തന്നെയല്ല, അവരും ചെയ്യുന്നുണ്ടല്ലോ, അവർ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർക്കും കുട്ടികളുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട്. അമ്മയായിക്കോട്ടെ വീട്ടിലുള്ള ആരായിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരുടെയും റിയാക്ഷൻ. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കുക. അക്സെപ്റ്റ് യുവർ സെൽഫ്. ഇനിയാണ് നമ്മളുടെ ഈ പ്രോബ്ലംസ്, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ പ്രോബ്ലംസ്. ഞാൻ ഒന്ന് മൊത്തത്തിൽ അനലൈസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതിന് നമുക്കൊരു പരിഹാരം വേണമല്ലോ. നമുക്കൊരു സക്സസിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോബ്ലംസിനൊക്കെ നമുക്കൊരു പരിഹാരം ആവശ്യമാണെങ്കിൽ മാത്രമാണ് നമുക്ക് സക്സസിലോട്ട് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, മിനിമം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ വേണമല്ലോ. ഡെഫിനറ്റ്ലി ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി ഒരു സൊല്യൂഷനും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളത് ഉണ്ടാക്കണം. അപ്പോൾ ഇനി സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഈ സൊല്യൂഷൻസ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പ്രോബ്ലംസിൽ നിന്നും റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ആക്ച്വലി സയന്റിഫിക്കലി പറയുവാണെങ്കിൽ, നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയൊക്കെയാണെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ ആക്ച്വലി ഒരു മെന്റലി വരുന്ന ഒരു സ്ട്രെസ് കൊണ്ടൊക്കെയാണ് കേട്ടോ വരുന്നത്. മെന്റലി ഡിപ്രഷൻ, ഇതിന് പല പേരുകളും പറയുന്നുണ്ട്. ഡിപ്രഷൻ, അതുപോലെ തന്നെ മെന്റൽ ഡിസീസസ്, അതായത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞ് നമുക്ക് ആകെ ടെൻഷനാവോ, അതുപോലെ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിക്കേണ്ട അവസ്ഥ ഒന്നും വരേണ്ട ആവശ്യമില്ല. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള എപ്പോഴെങ്കിലും സൊല്യൂഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നിങ്ങൾ മെന്റലി അങ്ങോട്ട് സ്ട്രെസ്സായിട്ട് ഡെഫിനറ്റ്ലി ഒരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ട അവസ്ഥയിലോട്ട് എത്തും. അപ്പോൾ അതിനൊന്നും വഴിയൊരുക്കാണ്ട് ഈ പറഞ്ഞ പ്രോബ്ലംസിലൂടെയൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ പരിഹാരങ്ങൾ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. 1, 2, 3 വട്ടം ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ട് കളയരുത്. കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു തവണ സക്സസ്സിൽ എത്താൻ ഡെഫിനറ്റ്ലി പറ്റുമെന്ന് ഞാൻ ഗ്യാരണ്ടി ആണ് കേട്ടോ. കാരണം ഈ പറഞ്ഞ ഓരോരോ അവസ്ഥയിലൂടെയും കടന്നുപോയ ഒരാളാണ് ഞാനും. എങ്കിൽ എനിക്ക് സക്സസ്സിലോട്ട് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നടക്കും. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു 12 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഈ 12 കാര്യങ്ങളിൽ എല്ലാം നിങ്ങൾക്ക് പ്രാവർത്തികമാക്കണം എന്നല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണോ അതിന് പറ്റിയ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു 12 പോയിന്റ്സ് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അക്സെപ്റ്റ് യുവർ സെൽഫ് എന്നാണ്. അതായത് നിങ്ങളായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനെയാണ്, എന്നെക്കൊണ്ട് ഇങ്ങനെയേ പറ്റൂ. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് ഒരു മോചനം വേണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ അവസ്ഥയിൽ നിന്നും നിങ്ങൾ റിക്കവർ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അക്സെപ്റ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്.
രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആലോചിച്ചുകൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കുക. എന്തൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഇവിടെ ഒരു ചെറിയൊരു കാര്യം ആയിക്കോട്ടെ, നന്നായിട്ട് ചിന്തിച്ച് നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ നമുക്ക് അതിനൊരു പ്ലാനിങ് വേണം. ആലോചിച്ച് നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മറ്റൊരു എന്താ പറയുക, ഒരു പരാജയത്തിലോട്ട് നമുക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് നമ്മൾ ആലോചിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾക്ക് വലിയൊരു ഗോൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോൾ, ആ ഒരു ആലോചിച്ചെടുക്കുന്ന തീരുമാനം മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും എല്ലാവരോടും ഷെയർ ചെയ്യരുത്. ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത്. എന്നാൽ നമുക്ക് വിശ്വസ്തരായിട്ടുള്ള കുറച്ച് പേരുണ്ടാവും, അവരോട് മാത്രം നമ്മൾ നമ്മുടെ പ്ലാൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ ഒരു ദിവസം, നമുക്ക് ഇന്നൊരു ദിവസം കഴിഞ്ഞ് കിടന്നുറങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പാഠം നമുക്ക് ഇന്നൊരു പഠിക്കാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് വന്നത്, അത് വരാണ്ടിരിക്കാൻ, അതിനെ ഓവർകം ചെയ്യാൻ ഞാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളൊരു പാഠം നമ്മൾ എഴുതി വെക്കുക എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എഴുതി വെക്കുക എന്നുള്ളത്. ഡെഫിനറ്റ്ലി നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ അത് മനസ്സിലാക്കി ആ ഒരു പാഠം നമ്മൾ എഴുതി വെക്കണം. എന്നാലാണ് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ആ പ്രോബ്ലംസ് ഇനി വരുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒരു ഒറ്റ ശീലം അത് നിങ്ങളുടെ ജീവിതത്തിന്, ലൈഫിനെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കുക, ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് എന്താ ഉണ്ടായത്, ആ ഒരു പ്രോബ്ലം ഞാൻ എങ്ങനെ റിക്കവർ ചെയ്തു, അതിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാൻ പറ്റിയത്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ മൈൻഡ് ഒന്ന് സെറ്റാക്കി എഴുതി വെക്കുക കേട്ടോ. മാത്രമല്ല നെക്സ്റ്റ് ടൈമിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും കൂടി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കുട്ടി ഇന്നിപ്പോൾ ഫുഡ് കഴിക്കാണ്ട് കിടന്നുറങ്ങി. അപ്പോൾ നമ്മൾ അതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം. അതായത് എന്തുകൊണ്ടാണ് ആ കുട്ടി ഫുഡ് കഴിക്കാണ്ട് ഉറങ്ങിയത്, ഇനി എന്തെങ്കിലും വീട്ടിൽ വഴക്കുണ്ടായിട്ടാണോ, ചീത്ത പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണോ, ഇവൻ നമ്മൾ ഫുഡ് കൊടുക്കാൻ വൈകിയതാണോ, ഫുഡ് ഉണ്ടാക്കാൻ വൈകിയതാണോ, എന്താണ് റീസൺ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്ക് നമ്മളത് റിക്കവർ ചെയ്ത് അതിനെ ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഈ ഒരു കുട്ടിയുടെ കാര്യം ഞാൻ എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്, പോലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് വരും, പല പല പ്രോബ്ലംസ് വരും. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ ഇനി ജീവിതത്തിൽ നടക്കാണ്ടിരിക്കാൻ, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ പറയുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ ഒരു കുഞ്ഞൊരു സില്ലി കാര്യമായിട്ടുണ്ടാവും. പക്ഷെ എല്ലാ കാര്യത്തിലും നമുക്കൊരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സില്ലി കാര്യം പോലും നമുക്ക് മിസ് ചെയ്യാണ്ട് ഒരു ദിവസത്തിൽ ഫുള്ളായിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് എഴുതി വെക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈമോ സെക്കൻഡ് ടൈമോ ഒന്നും നമുക്ക് ചിലപ്പോൾ സക്സസ്സിലോട്ട് അല്ലെങ്കിൽ എഴുതി വെച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റണമെന്നില്ല. ആ സാഹചര്യത്തിൽ നിങ്ങൾ ഫസ്റ്റത്തെ ടിപ്പ് ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. കാരണം നമ്മുടെ സിറ്റുവേഷൻ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്, നമ്മൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് തളരാൻ സാധിക്കാതെ നമുക്ക് അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് എന്തെങ്കിലും ഒരു ഗോൾ വേണം, ആ ഗോളിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. 1-2 വട്ടമൊക്കെ നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റുന്നില്ല, എന്നാലും നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോസിൽ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസ് യുവർ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ഗോൾസ് എന്താണെന്നുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഗോൾ നടന്നു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കൊരു ജോലി വേണം, സ്വന്തമായിട്ടൊരു ഏണിങ്സ് വേണം എന്നാണ് നമ്മുടെ ഗോൾ എന്നുണ്ടെങ്കിൽ, ആ ഒരു ജോലി നമുക്ക് കിട്ടി, നമുക്ക് മാസം ഒരു വരുമാനം കിട്ടി എന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പൈസ മാസം കിട്ടിയാൽ നമ്മൾ കുട്ടികൾക്ക് ടോയ്സ് വാങ്ങിക്കൊടുക്കുന്നത്, ഹസ്ബൻഡിനെ സഹായിക്കുന്നത്, അതുപോലെ പാരൻസിന് ചെറുതായിട്ട് പൈസയൊക്കെ കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഗോൾസിനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വിഷ്വലൈസ് യുവർ ഗോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ്. ഇപ്പോൾ ഇന്നൊരു ദിവസം ആ തെറ്റ് ചെയ്തു, അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു തെറ്റിനെ വീണ്ടും നമ്മൾ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ മനസ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, എനിക്ക് പറ്റും. ഇപ്പോൾ 1-2 വട്ടം എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിലും എനിക്ക് വീണ്ടും ചെയ്യാൻ പറ്റുന്ന നമ്മൾ നമ്മുടെ മനസ്സിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏഴാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ് ഡു ഇറ്റ് നൗ. അതായത് എപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നാളെ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ഇപ്പോൾ ചെയ്ത് തീർക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ ആ ഒറ്റ ടൈമിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നാളത്തേക്ക് അല്ലെങ്കിൽ നാളെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് 2-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീണ്ട് പോത്തേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും അത് ചെയ്യില്ല. എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് പിന്നത്തേക്ക് മാറ്റി വെക്കാണ്ട് ഡു ഇറ്റ് നൗ, അതായത് അറ്റ് എ ടൈമിൽ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്മുടെ ലൈഫിൽ ഇനി നമുക്ക് ഒഴിവ് കഴിവുകളെ മാറ്റി വെച്ച് അപ്പാപ്പ തന്നെ, അതായത് ഡു ഇറ്റ് നൗ എന്ന് പറയുന്ന പോലെ അപ്പാപ്പ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. എട്ടാമത്തെ, നമ്മളെല്ലാവരും ഒരുപാട് മിസ്യൂസ് ചെയ്യുന്ന സംഭവമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ കട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഫോൺ നോക്കണ്ട, വീഡിയോസ് കാണണ്ട എന്നുള്ളതല്ല കേട്ടോ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സമയം വെക്കുക. രാവിലെ ഇത്ര മുതൽ ഇത്ര സമയം വരെ ഞാൻ ഫോൺ എടുക്കില്ല, ഉച്ചയ്ക്ക് ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ഞാൻ ഫോൺ എടുക്കില്ല, നൈറ്റിൽ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ ഫോൺ എടുക്കില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കുക. മൊബൈൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടൊരു ടൈം വെക്കുക. ആ ടൈമിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഈവൻ ഒരു ടൈം നോക്കാൻ പോലും നമ്മൾ ഫോൺ എടുത്തു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എല്ലാ ബെഡ്റൂമിലും ഒരു ക്ലോക്ക് നിർബന്ധമായിട്ട് വെക്കുക എന്നുള്ളത്. എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ് അനാവശ്യമായിട്ട് ടൈം പോകുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് കണ്ടന്റ് സെർച്ച് ചെയ്യുക, അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഫോൺ അധികം യൂസ് ചെയ്യുന്നത്. മറ്റ് ഒന്നിനും എനിക്ക് ഫോൺ പോയി എടുക്കാൻ വേണ്ടി ടൈം തന്നെ കിട്ടാറില്ല. അപ്പോൾ മുന്നേ ഞാൻ ചെയ്തിരുന്ന കാര്യമാണ്, നമ്മൾ ബെഡ്റൂമിലൊന്നും ക്ലോക്ക് വെച്ചിരുന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ക്ലോക്ക് വെക്കണമെന്ന് പറയാൻ ഞാൻ കാരണം, നമ്മൾ സമയം നോക്കാൻ മൊബൈൽ എടുത്തിരുന്നത്. എന്നാൽ നമ്മൾ സമയം നോക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്തായിരിക്കും വാട്സപ്പിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നോക്കി അതിനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് വേറെ വീഡിയോസ് കണ്ട് അങ്ങനെ ഒരു 2 സെക്കൻഡ് കൊണ്ട് ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ നമുക്ക് 2 മണിക്കൂർ അവിടെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും സോഷ്യൽ മീഡിയ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടി ഒരു ടൈം നമ്മൾ ദിവസത്തിൽ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് മാത്രം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളെ എപ്പോഴും സ്ട്രെസ്ഡ് ആയിട്ട് വെക്കുന്ന, നിങ്ങളെ എപ്പോഴും ബിസി ആയിട്ട് വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വുമൺസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തുണികൾ മടക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാർഗറ്റ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ബിസി ആയിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാത്രം കഴുകി വെക്കുക, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ തുണി മടക്കി വെക്കലാണ് നമുക്കൊരു ബിസി ആയിട്ടുള്ളൊരു ജോലി. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ സമയം പോകുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വസ്ത്രങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത്. അതായത് നമുക്കിപ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സസ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിലിടാനായിട്ട് നമുക്കൊരു ഷെൽഫ് ഉണ്ടാവുമല്ലോ, അങ്ങനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്താണല്ലോ വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു 3-4 ഡ്രസ്സ് മാത്രം, അല്ലെങ്കിൽ 3 ജോഡി ഡ്രസ്സ്, അങ്ങനെ എണ്ണം കുറച്ച് നമ്മൾ വെക്കുക. ഇപ്പോൾ ഒരു 10 ജോഡി ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് തുണികൾ അവിടെ തന്നെ കിടക്കും. നമ്മൾ കഴിയുന്ന വരെ ഇട്ടിട്ട് അവസാനം എല്ലാം കൂടി വാഷ് ചെയ്തിട്ട് എല്ലാം കൂടി മടക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ടൈം കിട്ടുന്നില്ല. എന്നാൽ 3 ജോഡി ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി 2 ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മളത് വാഷ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ജോഡി ഡ്രസ്സൊക്കെ മടക്കാണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിൽ ഒരുപാട് ടൈം കളയേണ്ട കാര്യം വരുന്നില്ല. അങ്ങനെ നമുക്ക് വളരെ കുറച്ച് മിനിമം ഡ്രസ്സസ് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ പാത്രങ്ങളായിക്കോട്ടെ, വാരി വെച്ച് ഒരുപാട് പാത്രങ്ങൾ യൂസ് ചെയ്യാണ്ട് മിനിമം പാത്രങ്ങൾ വെച്ച് കുക്ക് ചെയ്യാനും യൂസ് ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നമുക്കൊരു ഡെയിലി റുട്ടീൻ ചാർട്ട് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് ദിവസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊന്ന് എഴുതി വെക്കുന്നത് വഴി അത് നമുക്ക് മറന്നു പോവാണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ചുറ്റുപാടും നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടും എപ്പോഴും മെസ്സി ആയിട്ടുണ്ടാവുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും എപ്പോഴും മെസ്സായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ ബെഡ്റൂം ആയാലും വീടായാലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് എപ്പോഴും റിലാക്സ് ആയിട്ട് നല്ലൊരു മെന്റൽ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മൈൻഡ് നമുക്ക് കിട്ടുന്നുള്ളതാണ് കേട്ടോ. 12ാമത്തെ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, മറ്റുള്ളവരോട് സഹായം ചോദിക്കുക. ഹെൽപ്പ് ടു അതേഴ്സ്. അതായത് മറ്റുള്ളവരോട് നമ്മൾ സഹായം തേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ഹസ്ബൻഡിനോടോ അമ്മയോടോ ഒക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഞാനൊന്ന് ഡൗൺ ആയിട്ട് പോകാണ്ടിരിക്കാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, എന്നെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാവോ എന്നൊക്കെ നമുക്ക് ഹസ്ബൻഡിനോടോ നമുക്ക് അടുത്ത് നമ്മളെ അറിയുന്ന ആരോടെങ്കിലും ഒക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യാൻ, നിങ്ങൾക്ക് പറയാൻ, നിങ്ങൾക്ക് ചോദിക്കാൻ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് തന്നെ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന്, വുമൺസിന് അല്ലെങ്കിൽ അമ്മമാർക്ക്, ഭാര്യമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും കൂടെ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അവർക്ക് സ്വയം റിക്കവർ ആയിട്ട് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാണ്ട് എനേബിൾ ചെയ്യാം കേട്ടോ. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.